തീറ്റയുടെയും കുടിയുടെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? എന്റെ കമ്മീഷന്റെ കാര്യം വല്ല നടക്കണ കാര്യം ചോദിക്കേ. എന്നാ ഞാൻ ചോദിക്കട്ടെ. ഞാൻ കെട്ടാനായി പോണ പെണ്ണെ ബീരാന്റെ പൊന്നുമോളെ പെണ്ണെ നീ എത്ര പഠിച്ചു? 6-7 ക്ലാസുകളിൽ 7 കൊല്ലം വീതം സ്ഥിരമായി തോറ്റു പഠിച്ചു. എന്നെ കെട്ടാനായി വന്ന ചെക്ക എന്നോട് ചൊല്ല ചെക്ക സ്കൂളിൽ താൻ എത്ര പഠിച്ചു? ഞാൻ 3 ജയിച്ച നേരം 3 കണ്ടുമുട്ടി അന്നോടെ പഠിപ്പ് നിർത്തി. ഹായ് ഹായ് ഹായ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും കട്ടക്ക് നിൽക്കണേണ്. ഇനി എന്താ മോൻ അറിയേണ്ടത്? എനിക്ക് പെണ്ണിന്റെ വയസ്സറിയണം. മധുര 17. അല്ലയ്ക്ക 3-4 കൊല്ലം മുമ്പ് ഞാൻ ചോദിച്ചപ്പോഴും പെണ്ണിന് വയസ്സ് 17 എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, ഞങ്ങൾ കുടുംബക്കാരാ. ഒരു ബാക്ക് പറഞ്ഞാ ബാക്കാ, അത് പിന്നെ മാറ്റി പറയൂല. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ചെക്കന് സ്ത്രീധനായിട്ട് എന്ത് തരും? എന്ത് തരുമെന്നോ? ചക്കച്ചളാസ് ഫംഗസ് ഓയിൽ നൽകുന്ന 1 കിലോ കാറച്ച വെളിച്ചെണ്ണ, മൊത്തമൂട്ട് ബാങ്കേഴ്സ് നൽകുന്ന വലിയൊരു വണ്ടിച്ചെക്ക്, ചറബറ സീക്രട്ട് റൈസ് നൽകുന്ന 5 കിലോ പുഴുത്ത അരി, കൂടാതെ എന്റെ അമ്മായിയമ്മ ഉപയോഗിച്ചിരുന്ന ബാർ സോപ്പിന്റെ 1 കഷ്ണം. അപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യം ഫിസ്കായി. ശരിയായെന്ന്. എന്നാ പിന്നെ സമയം കളയണോ? ഉടൻ തന്നെ കല്യാണം നടത്തിക്കൂടെ? അതെ, പെണ്ണിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്, ചെക്കന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്കാണെങ്കിൽ പോയിട്ട് ധൃതിയുണ്ട്. എന്നാ പിന്നെ നേരം കളയണ്ട, നിക്കാഹ് നടക്കട്ടെ. മമ്മദേ, മൊല്ലാക്കാനെ വിളിക്കാൻ ആള് പോകണ്ട. ബിരിയാണി വെച്ചാ മതി. മണം പിടിച്ച മൊല്ലാക്ക ഇവിടെ പാഞ്ഞെത്തിക്കോളും. അല്ലാ, ബിരിന്ന് പറഞ്ഞോളൂ. കാലുമാനുള്ള മൊല്ലാക്ക വന്ന് ഒപ്പന പാടി സ്വീകരിക്കണം മൊല്ലാക്കനെ. കാറിന്റെ കളറുള്ള മൊല്ലാക്ക, മുട്ടനാടിന്റെ മുഖമുള്ള മൊല്ലാക്ക, ഓത്തിന് കിട്ടിയാലാസിട്ടും ജ്യൂസ് പോലെ മോന്തണ മൊല്ലാക്ക. കാറിന്റെ കളറുള്ള മൊല്ലാക്ക, മുട്ടനാടിന്റെ മുഖമുള്ള മൊല്ലാക്ക, ഓത്തിന് കിട്ടിയാലാസിട്ടും ജ്യൂസ് പോലെ മോന്തണ മൊല്ലാക്ക. മതി പുകച്ചീത് മതി, നിർത്ത്. വയർ നിറഞ്ഞ് സംതൃപ്തിയായി. എന്റെ ആമിന, എന്റെ മുല്ലു. ആമിന, എന്താ ഇത്? നമ്മളൊരു നിമിഷം പഴയ ഓർമ്മകൾ അയവിറക്കിയതാ. തൽക്കാലം ആ അയവ് മൊല്ലാക്ക ഇവിടെ ഇറക്കണ്ട. പടച്ചോനെ, നമ്മുടെ പെണ്ണുമ്പുള്ളനെ കാണുമ്പോഴാണല്ലോ ഈ നാട്ടിലെ സകല ആണുങ്ങളും അയവിറക്കണത്. ഈ നാട്ടിലേക്ക് കഴിഞ്ഞിക്ക ഇപ്പൊ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എന്താ ഇവിടെ ഒരു ബിരിയാണിയുടെ മണം? ബിരിയാണിയുടെ മണോ? ഓർക്കാപ്പുറത്തൊരു നിക്കാഹ്, അതിനൊരു സദ്യയൊരുക്കിയതാ. അതിനായി മൊല്ലാക്കാനെ സ്മെല്ല് വരത്തി വരുത്തിയതാ. ഓർക്കാപ്പുറത്തൊരു നിക്കാഹ്. പറച്ചോനെ, എങ്കിൽ നേരം കളയണ്ട. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ ചതിക്കല്ലേ? ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ ചതിക്കല്ലേ? ഇവർക്ക് ആരാ മാമ? ഞങ്ങൾ ആരാണെന്നോ? ഞങ്ങൾ ആരാണെന്ന് തനിക്ക് അറിയില്ലല്ലേ? ഈ മനുഷ്യൻ കണ്ടാറക്കാലൻ പെണ്ണിന് കൊടുക്കണ കല്യാണ വീരനിവൻ. ഈ മനുഷ്യൻ കണ്ടാറക്കാലൻ പെണ്ണിന് കൊടുക്കണ കല്യാണ വീരനിവൻ. പണ്ട് എന്നെ കെട്ടി ഇവളെ കെട്ടി അവളെ കെട്ടി പോടിയും കെട്ടിപ്പോയി. നമുക്ക് എന്തോ മിനാടി നിങ്ങളെന്റെ കല്യാണം മുട്ടക്കണ്ണത്. ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്താൽ തീരുന്നൊരു നിസ്സാര പ്രശ്നമല്ലേ. അതുകൊണ്ട് ഞാൻ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി മൊഴിയും ചൊല്ലി പോ. ഇതുപോലൊരു തെണ്ടിപ്പോക്കിരി മക്കിരി പീക്കിരി ചക്കന് നമ്മുടെ ലൈലാനെ വിട്ടു കൊടുക്കണ്ട. പല നാട്ടില് പെണ്ണും കെട്ടി കൊച്ചുണ്ടാക്കി മുങ്ങിയ പോന്നരി ലൈലാനെ വിട്ടു കൊടുക്കണ്ട. ഇതും പറഞ്ഞിട്ട് തലകെട്ട് കെട്ടി ഉടക്കണ്ടോ? ഓ എന്നാവോ? ഓ ഇത് പറഞ്ഞിട്ട് തലകെട്ടും കെട്ടി ഉടക്കിയിട്ട് നിലത്തിട്ട് ചവിട്ടിക്കും. കരിമ്പ് പോലൊരു കിളുന്ന് പെണ്ണിനെ കെട്ടാൻ ഒരുങ്ങി ഇറങ്ങി കൊരങ്ങേ. മെലിഞ്ഞു പരഞ്ഞ പരട്ട 3 കൊണ്ട് ജീവന് കൊതിയുടെ വീട്ടിൽ പോകണം. വേണ്ട, ഇവൻ എത്ര കെട്ടിയാലും ഞമ്മക്ക് പ്രശ്നമില്ല. നമ്മുടെ മോള് ലൈലാന് നമ്മ ഇവർക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കും. മാമ, സ്വന്തം മോളെ കെട്ടിച്ചേരുമ്പോ ആരെങ്കിലും മാമ എന്ന് വിളിക്കോടാ. മാമാന്ന കോമാന്ന എന്ത് വേണമെങ്കിലും വിളിക്ക്. പക്ഷെ ഞമ്മക്ക് ബിരിയാണി തിന്നാൻ നേരമായി. ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ വേണ്ട നിക്കാഹ്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നമ്മൾ നടത്താം നിക്കാഹ്.
ഈ നിക്കാഹ് നടത്തിയ മുല്ലാക്കാണ് ഞങ്ങൾ തട്ടും. ഒന്ന് പോടാപ്പ. അവിടെ ഇരി മുല്ലാക്ക. എഴുന്നേറ്റിരിക്കണോ? അതെ ബീരാനെ, എനിക്ക് വേറൊരു സമൂഹ നിക്കാഹ ഉണ്ട്. ഞാൻ അതിന് പോയിട്ട് വരാം. അപ്പൊ ഞാനങ്ങോട്ട് ഇറങ്ങേണ്. ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് വേറെ നിക്കാഹയ്ക്ക് പോയാ മതി. നീ ഈ പെണ്ണിനെ കെട്ടിയാൽ നിന്നെ ഞങ്ങൾ തട്ടും. നിർത്തടാ. ഞാൻ ഈ പെണ്ണിനെ കെട്ടുന്നതിന് പെണ്ണിനും പെണ്ണിന്റെ ബാപ്പാക്കും ഉമ്മാക്കും ഈ നാട്ടുകാർക്കും ആർക്കും എതിർപ്പില്ല. പിന്നെ നിങ്ങൾ ഈ മൂന്നാല് കെറ്റകൾക്ക് മാത്രം എന്താ എതിർപ്പ്? അതേ മോനെ, ലൈലാക്ക് എന്ത് നല്ല ആലോചന വന്നാലും ഇവന്മാര് 3-4 പേര് അതിന് ഉടക്കി വെക്കും. വെറും വൃത്തികെട്ടവന്മാരാവിന്. ഏതാ ഈ വൃത്തികെട്ടവന്മാര്? നീ കെട്ടാൻ പോണ പെണ്ണില്ലേ എന്റെ മോള് ലൈല, അവളുടെ ആംഗളമാരാണോ? അല്ല, ഭർത്താക്കന്മാരാണ്. ഇപ്പോഴാണ് ആ വിളിക്കൊരർത്ഥം ഉണ്ടായത്. അപ്പൊ ഈ നിക്കാഹ തൽക്കാലം നിർത്താ. അയ്യോ, പൗലോസുകാരെത്തി. പൗലോസുകാരല്ല, പോലീസുകാര്. പിയോ ലൗലീസി. ഇംഗ്ലീഷ് പറഞ്ഞൂടാ പടക്ക്. പർച്ചോനെ, ഇവരെന്താ ഇവിടെ? സാധാരണ സിനിമയുടെ അവസാനമാണ് പോലീസുകാര് വരണത്. ഇപ്പൊ നിക്കാഹിന്റെ അവസാനമുള്ള പോലീസ്. എന്താ അവിടുത്തെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞില്ല, കലങ്ങി. ഒപ്പനയോ? ഒപ്പിച്ചു, ഫിനിഷ് ചെയ്തില്ല. അത് ഞാൻ ഫിനിഷ് ചെയ്തോളാം. ചെക്കന് ബൊക്കോട്. ഒക്കെടുക്കാനാ? ബൊക്ക കൊറ. അപ്പൊ എല്ലാരോടും കൂടി ചെറുക്കനെ ഇറക്കാൻ പോണ്. റെഡി, 1, 2, 3. എല്ലാരും സമ്മതം തന്നാട്ടെ, പുതുമാരനെ കൊണ്ട് ഞാൻ പോയിക്കോട്ടെ. എല്ലാരും സമ്മതം തന്നാട്ടെ.